വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നതായിരുന്നു തുടക്കം തൊട്ട് തന്നെ മോദി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അഭ്യൂഹമല്ല, ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിൽ അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അത് എങ്ങനെ? അല്ല, ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഗുണപ്പെടുന്ന ട്രെയിനുകളാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, 26 ദിവസം മാത്രം പ്രായമായ ഭരണം പൂർത്തിയാക്കുക ഒരു ഭരണസമിതിയാണ്. ഞങ്ങൾക്ക് 15 ദിവസമാണ് ഇക്കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഹോംവർക്ക് ചെയ്ത് കൂടുതൽ എക്സ്പെർട്സുമായിട്ട് സംസാരിച്ചിട്ട് ഏതൊക്കെ മന്ത്രാലയം വഴി ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള രൂപരേഖ തയ്യാറാക്കണം. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരുമായിട്ടും ലോക്കൽ ഗവൺമെന്റ് മിനിസ്റ്ററുമായിട്ടും ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തണം. അതിനുശേഷം ഞങ്ങൾക്ക് ഫെബ്രുവരി മാസത്തോടുകൂടി കോൺക്ലേവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ സമർപ്പിക്കും, PMO സമർപ്പിക്കും. അതിനുശേഷം അവിടെ നിന്നുള്ള ഡയറക്ഷൻ അനുസരിച്ച് ഓരോ മന്ത്രാലയങ്ങൾ സമീപിക്കും. അപ്പോൾ മാത്രമാണ് പ്രഖ്യാപനങ്ങൾ ഓരോ മിനിസ്ട്രിയിൽ നിന്നും വരുന്നത്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കുവാനുള്ള എല്ലാ പിന്തുണയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്താൽ മതി. ശരി. നേരിട്ട് എയർപോർട്ടിലെത്തി പ്രോട്ടോകോളിന്റെ പ്രശ്നം കൊണ്ടാണോ നേരിട്ട് പോകാൻ പറ്റാതിരുന്നത്? അല്ല, എയർപോർട്ടിൽ ഞാൻ പോയെങ്കിൽ അവിടെ പോയിട്ട് ഒരു ഫോട്ടോ കിട്ടും, സ്വീകരിക്കാം. പക്ഷേ ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട പരിപാടികളിൽ എത്താൻ സാധിക്കില്ല. മുൻപ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, മുൻ മേയർ എയർപോർട്ടിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. മുൻ മേയർ ഇവിടെ പൂജപ്പുര മൈതാനത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റിനോട് പരിപാടിയിലും പങ്കെടുക്കണമായിരുന്നു. അവിടെ പോയതിനു ശേഷം ഇവിടെ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പ്രസിഡന്റിന്റെ കാറിനെ അവർക്കിവിടെ എത്താൻ വേണ്ടിയാണ് ഓവർടേക്ക് ചെയ്യുന്നത്. കാരണം പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെ വന്നിട്ട് അതിലൊരു ബുദ്ധിമുട്ടുണ്ടായല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇനിയിപ്പോ ഞാൻ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 2 പരിപാടിയിലും എത്താൻ സാധിക്കില്ല. മാത്രമല്ല, മേയർ പുത്തരിക്കണ്ട മൈതാനത്തിലെ ലൈനപ്പിൽ സ്വീകരിക്കണമെന്നാണ് തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് PMOയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനമെടുത്തതുകൊണ്ട് പ്രധാനമന്ത്രിയോടൊപ്പം 2 വേദിയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കാൻ സാധിച്ചത് മാത്രമല്ല, കൂടുതൽ സമയം സംസാരിക്കാൻ സാധിച്ചു. മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ വലിയ പരിഗണന നൽകി. അത് തിരുവനന്തപുരത്തിനും കേരളത്തിനും നൽകിയ പരിഗണനയാണ്. ഒരുപക്ഷെ ഞാൻ രാവിലെ എയർപോർട്ടിൽ പോയിരുന്നെങ്കിൽ ആ വാഹന ഗതാഗതത്തിൽ കുടുങ്ങിയിട്ട് ഇവിടെ എത്താൻ സാധിക്കില്ലായിരുന്നു. ചേർത്ത് പിടിച്ചാണ് മോദി. അതെല്ലാവരും കണ്ടാണല്ലോ. ഞാനിപ്പോൾ അത് അദ്ദേഹത്തിന് കേരളത്തിലെ BJP പ്രവർത്തകരോടുള്ള ഒരു സ്നേഹമാണ് അദ്ദേഹത്തിലൂടെ പ്രകടമായത്. തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസം കൂടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.